ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ CGL 2025 ക്ലാസ് സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിനോടകം 4 അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുള്ള സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. LCM SCFൻ്റെയും റിമൈൻഡറിൻ്റെയും അതുപോലെ ഡിവിസിബിലിറ്റിയുടെയും ഫാക്ടേഴ്സിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളുടെ പ്രീവിയസ് വീഡിയോസിലുണ്ട്. അതെല്ലാം കണ്ടു പഠിക്കുക. പിന്നെ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലെ മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. എല്ലാവരും അവസാനം വരെ വീഡിയോ കണ്ട് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ നോക്കാവുന്നതാണ്. CGLൻ്റെ കോഴ്സുകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെമോ ക്ലാസ്സൊക്കെ കണ്ട് നോക്കാവുന്നതാണ്. ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് CGL ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇത് CGLൻ്റെ പ്രിലിംസ് ക്ലിയർ ആയ കുട്ടികളാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാണുമ്പോൾ വലിയ പാടായിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷെ നമ്മൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് വൈ ആൻഡ് Z ആർ ഡിസ്റ്റിങ്ക്ട് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടർ ആ നമ്പരും ഒന്നും മാത്രമുള്ളത്. 2, 3, 5, 7, 11 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സിനാണ് പ്രൈം നമ്പേഴ്സ് പറയുന്നത്. X ലെസ് ദാൻ Y ലെസ് ദാൻ Z ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് Y, അത് കഴിഞ്ഞ് Z, X. ഇവിടുത്തെ ഏറ്റവും ഹിൻ്റ് എന്താണ്? X+Y+Z 70 ആണ്. വാട്ട് ഈസ് വാല്യൂ ഓഫ് Z? Zൻ്റെ വാല്യൂ എന്താവാം? അപ്പോൾ X+Y+Z 3 പ്രൈം നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 70 വരണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആകെയുള്ള ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മൾ 3 ഓഡ് നമ്പർ എങ്ങനെ കൂട്ടിയാലും 3ഉം 5ഉം 7ഉം കൂട്ടി എങ്ങനെ കൂട്ടിയാലും അത് എന്തേ വരത്തുള്ളൂ? ഓഡ് നമ്പറേ വരത്തുള്ളൂ. 3 ഓഡ് നമ്പർ കൂട്ടിയാൽ എപ്പോഴും എന്തേ വരത്തുള്ളൂ? ഓഡ് നമ്പറേ വരത്തുള്ളൂ. ഒറ്റ സംഖ്യയിൽ 3 നിങ്ങൾ കൂട്ടി നോക്ക്, എപ്പോഴും എന്തേ വരത്തുള്ളൂ? ഓടേ വരത്തുള്ളൂ. അപ്പോൾ ഇത് 3 കൂട്ടിയപ്പോൾ 70 വന്നു, ഈവൻ വന്നു. ഇപ്പോൾ ഈവൻ നമ്പർ വന്ന അതിൻ്റെ കാരണം എന്താ? ഒരെണ്ണം ഫിക്സ് ആണ്, ഒരെണ്ണം എന്താണ്? 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഫിക്സ് ആയിട്ട് 2 ആണ്. X 2 ആണ്. അപ്പോൾ Y+Z എന്ത് കിട്ടും? അപ്പം നമുക്ക് 70, Y+Z എന്ത് കിട്ടും? 68 കിട്ടും. അപ്പോൾ 2 പ്രൈം നമ്പർ കൂട്ടുമ്പോൾ ഇത് രണ്ടും എന്താണ്? ഓഡ് നമ്പറാണ്. ആ 2 കൂട്ടുമ്പോൾ എന്ത് വരും? 68 വരികയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഓപ്ഷൻ്റെ സഹായം തേടാം. 31, 37 കൂട്ടുമ്പോൾ എത്ര? 68 വരുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് Yക്ക് നമുക്ക് 31 കൊടുക്കാം, Z നമുക്ക് 37 കൊടുക്കാം. നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. കൂട്ടുമ്പോൾ 70 വന്നു. Z വലുതാണ്, Yയേക്കാളും വലുതാണ്. Y Xനേക്കാളും വലുതാണ്. എല്ലാം എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അതിനർത്ഥം എന്താണ്? Zൻ്റെ വാല്യൂ എന്തായേ പറ്റൂ? ഏറ്റവും വലിയ വാല്യൂ ആയ 37 ആയേ പറ്റൂ. അപ്പോൾ ഇത്രയ്ക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് എക്സാമിന് വന്നിട്ട് ഒരുപാട് പേര്, ഇത് 100% പേരിൽ ഒരു 40% പേര് മാത്രമേ ആൻസർ കൊടുക്കൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എക്സ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ സബ്ട്രാക്റ്റഡ് ഫ്രം 104, ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. വാട്ട് ഈസ് എ ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് എക്സ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ഇവിടെ ഈ 104, നിങ്ങൾ SSC GD എന്ന് പറയുന്ന 2022 ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതും സ്ക്വയർ കണ്ടുപിടിക്കുന്നതും ക്യൂബ് കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ക്വയറിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 104, എന്തിൻ്റെ സ്ക്വയറാണ്? 102ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 100നേക്കായി എത്ര കൂടുതലാണ് നോക്കും. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൽ ഈ ഒരു മെത്തേഡ് സൂപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 102ൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 100നേക്കായി എത്ര കൂടുതലാണ് നോക്കുക? 2 കൂടുതലാണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 0.4 എന്ന് പറഞ്ഞ് എഴുതി. മെത്തേഡ് ഇവിടെ ഉണ്ട്, ഈ ക്ലാസ്സിലുണ്ട്. ഇനി 102ൻ്റെ കൂടെ എന്ത് ചെയ്യണം? എത്രയാണോ കൂടുതൽ, 2 100ൻ്റെ കൂടെ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ എന്താ എഴുതേണ്ടത്? 102 + 2 104. അതായത് 104 ആണ് നമ്മുടെ 102ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ 104 ആണ് 102ൻ്റെ സ്ക്വയർ, പെർഫെക്റ്റ് ആയുള്ള സ്ക്വയർ. അപ്പോൾ എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ സബ്ട്രാക്റ്റഡ് ഫ്രം 104. അപ്പോൾ ഈ ഒരു വലിയ നമ്പറിൽ നിന്നും എത്ര കുറയ്ക്കുമ്പോഴാണ് ഇത് വരുന്നത്? 20 കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അത് കുറച്ചാൽ എന്ത് കിട്ടും? നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്? ഈ മെത്തേഡ് എനിക്കറിയാം. ഇത് 104 എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് 102ൻ്റെ 2 കൂടുന്നതാണ് 104. ആ ഒരു ഐഡിയ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബേസിക് മെത്തേഡിൽ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ പോകേണ്ടി വരും. അത് 3-4 സ്റ്റെപ്പ് എഴുതേണ്ട ഒരു പ്രോസസ്സാണ്. എക്സിൻ്റെ വാല്യൂ 20 കിട്ടി. വാട്ട് ഈസ് ഇനി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ ലീസ്റ്റ് നമ്പർ ബൈ വിച്ച് എക്സ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഇപ്പോൾ 20നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും? 20നെ കൊണ്ട് 5 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 25 100 ആണ്. 100 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. അടുത്തത് ഹൗ മെനി കോമ്പോസിറ്റ് നമ്പേഴ്സ്? ഇപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ആർ ദെയർ ഫ്രം 53 to 97. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 53 to 97 എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 53, 54, 55 അങ്ങനെ പോവാണ്. +1 അതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേംസ് എന്ത് കിട്ടും?
53 ഡിഫറൻസ് എത്ര? 44. ചെറുതിൽ നിന്ന് വലുതോട്ട് കൂട്ടിയാൽ മതി. 44 കൂടുമ്പോൾ 94 കിട്ടും. 44 1 45 ടേംസ് ആണ് ഉള്ളത്. ഈ 45 എണ്ണത്തിൽ എത്ര എണ്ണമാണ് പ്രൈം, എത്ര എണ്ണമാണ് കോമ്പോസിറ്റ്? അപ്പം നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 50 to 100. 50 to 100 ആണെങ്കിൽ എത്ര പ്രൈം നമ്പർ ഉള്ളതെന്ന് അറിയും? 15 പ്രൈം നമ്പർ ഉള്ളത്. എഴുതി നോക്കിയാൽ കിട്ടും. 10 പ്രൈം നമ്പർ ഉള്ളത്, 15 അല്ല. 1 to 50 വരെ 15 പ്രൈം നമ്പർ ഉണ്ട്. 50 to 100 വരെ 10 പ്രൈം നമ്പറാണുള്ളത്. അതിൽ ഓൾറെഡി 53 ഒരു പ്രൈം നമ്പറാണ്, 97 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? ഇതിൻ്റെ ഇടയ്ക്ക് 8 പ്രൈം നമ്പറേ ഉള്ളൂ. 8 പ്രൈം നമ്പറേ നമുക്കിവിടെ ഉള്ളൂ. യെസ്. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, 10 പ്രൈം നമ്പറാണ് ഉള്ളത്. 10 പ്രൈം നമ്പറാണ് 50 to 100 വരെ ഉള്ളത്. അതിനകത്ത് ഈ 97, അപ്പോൾ ഇതെന്താ ചോദിച്ചേക്കുന്നത്? 53 മുതൽ 97 വരെ ചോദിച്ചേക്കുന്നത്. 53 മുതൽ 97 വരെ എത്ര കോമ്പോസിറ്റ് നമ്പർ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 96 ആയിരിക്കും. കാര്യം 97 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 96 വരെയുള്ള നമ്പർ നോക്കിയാൽ മതി. നമ്മൾ 97 വരെയുള്ള നോക്കണ്ട. ഓക്കെ, 97 വരെയുള്ള നോക്കണ്ട. 96 ലാസ്റ്റ്. 54 സ്റ്റാർട്ട് ചെയ്യുന്നത്. 54 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മതി. 53 എന്താണ്? ഓൾറെഡി പ്രൈമാണ്. നമുക്ക് വേണ്ടത് കോമ്പോസിറ്റ് നമ്പറാണ്. അതായത് 2ൽ കൂടുതൽ മൾട്ടിപ്പിൾസ് ഉള്ള, ഫാക്ടേഴ്സ് ഉള്ള. അപ്പോൾ 54, 55 അങ്ങനെ പോയി 96 വരെ എത്ര എണ്ണം ഉണ്ടെന്നാണ് നോക്കണ്ടത്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് ഇത് എഴുതാതി. 96 മൈനസ് 54 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. 94 54 എത്ര? 40, 42. 42 ഒന്നും 43 നമ്പേഴ്സാണ് നമ്മുടെ സീരീസിലുള്ളത്. ഓക്കെ, ഇത് കുറച്ച് നല്ല ക്വസ്റ്റൻ ആണ്. നല്ല ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ സമയം എഴുതി നോക്കിയാൽ കിട്ടും, പക്ഷേ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. 42, 43 നമ്പേഴ്സാണ് ഉള്ളത്. അതിൽ ഓൾറെഡി 53, 97 ഈ 10 നമ്പറിൽ പെടും. 50 to 100 വരെ 10 പ്രൈം നമ്പർ ഉള്ളത്, കാണാതെ പഠിക്കേണ്ടത്. അപ്പം അതിനകത്ത് ഓൾറെഡി 2 എണ്ണം എന്ത് ചെയ്തു? മാറി. 53 97 നമ്മൾ നോക്കുന്നില്ല. 50 97 എന്താണ്? പ്രൈം നമ്പറാണ്, പക്ഷെ നമ്മൾ നോക്കുന്നില്ല. ബാക്കി എത്രയേ ഉള്ളൂ? 10 നിന്ന് 2 കുറച്ച് 8 നമ്പേഴ്സേ ഉള്ളൂ ഈ സീരീസിൽ. ഇതിൻ്റെ അകത്ത് 8 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 43 എണ്ണം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആണ് നമ്പർ ഓഫ് ടൈംസ്. നമ്മുടെ ആൻസർ എന്ത് വരും? 43 എണ്ണത്തിൽ 8 എണ്ണം പ്രൈം നമ്പറാണ്. 43 മൈനസ് 8 35 നമ്പേഴ്സ് എന്തായിരിക്കും? കോമ്പോസിറ്റ് ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. യെസ്, ഇങ്ങനെയുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഈ സീരീസ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടാൽ അറിയാം. ഇത് നോക്കേ, ലെറ്റ് എ നോട്ട് ഈക്വൽ ടു ബി. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ 2 ഡിജിറ്റ് പ്രൈം നമ്പർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. 2 ഡിജിറ്റ് പ്രൈം നമ്പർ സച്ച് ദാറ്റ് ബി എ ഈസ് ഓൾസോ എ പ്രൈം നമ്പർ. അപ്പോൾ നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോഴും മെയിൻസിന് പഠിക്കുമ്പോൾ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ബി എ ഈസ് ഓൾസോ പ്രൈം നമ്പർ. അതായത് ഒരു നമ്പർ ഇപ്പോൾ എ ബി അങ്ങനത്തുള്ള ഏറ്റവും ചെറിയ നമ്പർ ഏതെന്ന് പറയാം? നമുക്ക് 13 എന്ന് പറയുന്ന നമ്പർ തിരിച്ചിട്ടാൽ എന്ത് വരും? 31 വരും. അപ്പോൾ 13 പ്രൈം നമ്പറാണ്, 31 പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 2 3 5 7 9 11 13 17 19 23 അങ്ങനെ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ആ നമ്പർ ഒന്നും മാത്രമേ കാണൂ. വേറെ നമ്പേഴ്സ് ഒന്നും എന്താവരുത്? ഫാക്ടേഴ്സ് ആവരുത്. ഇങ്ങനെ 100 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 13 എന്ന് പറഞ്ഞാൽ 31 എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. എ നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ 11 എഴുതാൻ പറ്റില്ല. 11 തിരിച്ചിടുമ്പോൾ എ ഈക്വൽ ടു ബി ആണ്. അങ്ങനെ വരത്തില്ല. അടുത്ത നമ്പർ ഏത് വരും? ഇത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്താലേ വരും. അടുത്ത നമ്പർ ഏത് വരും? 17 അല്ലേ? 17 എന്ന് പറഞ്ഞാൽ തിരിച്ചിടുമ്പോൾ 71. അതും എന്താണ്? പ്രൈം നമ്പറാണ്. യെസ്. അടുത്ത ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് പോകും? 37 തിരിച്ചിടുമ്പോൾ അതെന്താണ്? 73. അതും പ്രൈം നമ്പറാണ്. 37 73 എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പർ നിങ്ങൾ പഠിച്ചിരിക്കണം, എഴുതി പഠിച്ചിരിക്കണം. അടുത്തത് പോകുമ്പോൾ 79. ഇത് കാൽക്കുലേഷൻ ചെയ്തെങ്കിലും പറ്റും, ആലോചിച്ച് നോക്കിയെങ്കിലും പറ്റും. 79 97 എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെയുള്ള നമ്പേഴ്സ്. 13 31 17 71 37 71 79 97. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് വേണ്ടത്. ഓരോ നമ്പർ എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് കൂട്ടാം. 3 4 ഡെയിലി കാൽക്കുലേഷൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുക. എങ്കിൽ മാത്രമേ കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ, ക്വസ്റ്റ്യൻസ് വേഗത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ 3 4 11 12 19 22 31 38 8 അവസാനിക്കും. 8 അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടി വരും ഈ നമ്പേഴ്സ്. ഒരു വട്ടം ചെയ്തിട്ടുള്ളവർക്ക് ഇത് സ്പീഡ് ചെയ്യാം. ഇനി 8 വന്നു. ഓക്കെ, 4 11. ഇപ്പോൾ 8 വന്നുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ കൊടുക്കാം. ഫുൾ വേണമെങ്കിൽ ചെയ്തു തരാം. 4 11 12 19 22 31 38. ശിഷ്ടം 3 ആണ്. 3 എടുത്തിട്ട് ഇതുമായിട്ട് കൂട്ടി. 3 4 7 8 15 18 25 32 41 418 ആൻസർ കിട്ടും. കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്ത് പഠിച്ചാൽ ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് റിവേഴ്സ്ഡ്, ദെൻ ദ നമ്പർ ഈസ് ഡിക്രീസ് ബൈ 36. അപ്പോൾ ഇത് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു നമ്പർ ഒരു 2 ഡിജിറ്റ് നമ്പർ തിരിച്ചിട്ടാൽ
ഇപ്പോൾ 48 എന്ന് പറയുന്നൊരു നമ്പർ, അതിനെ തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 84. തിരിച്ചിട്ടാൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 ഇൻറ്റു ഡിഫറൻസ് ഓഫ് ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാം. ഡിഫറൻസ് ഓഫ് ഡിജിറ്റ്സ് ആയിരിക്കും. ഇവിടെ നോക്കേ, ഇതിൻ്റെ ഡിഫറൻസ് എത്ര നമുക്ക് ഒറിജിനൽ വരുന്നത്? 48ൻ്റെ കൂടെ എത്ര? 36 അല്ലേ? 36 ഡിഫറൻസ്. അപ്പോൾ അതെങ്ങനെ കിട്ടും നോക്കുക? 9 ഇൻറ്റു ഡിജിറ്റിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. 9 4 36. അപ്പോൾ നമുക്ക് പറയാം, ഏതൊരു 2 ഡിജിറ്റ് നമ്പർ തിരിച്ചിട്ടാലും ആ തിരിച്ചിട്ട നമ്പരും ഒറിജിനൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 9 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു 2 ഡിജിറ്റ് നമ്പർ ഇതേപോലെ എന്ത് ചെയ്തു? തിരിച്ചിട്ടു. നമ്പർ ഈസ് ഡിക്രീസ് ബൈ 36, കുറഞ്ഞു. അപ്പോൾ ഡിഫറൻസ് ഓഫ് ഡിജിറ്റ് എന്തായിരിക്കും? 9 ഗുണം ഡിഫറൻസ് ഓഫ് ഡിജിറ്റ് ആണ് 36. 36/9 4 ആ നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ നമ്പർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിജിറ്റ് എത്രയാണ്? 4 ആണ്. ഇത് കറക്റ്റാണ്. ദ വാല്യൂ ഓഫ് നമ്പർ ക്യാൻ ബി 84. 84 ആവാം. 84നെ തിരിച്ചിട്ടാൽ 48ആണ്. ഡിഫറൻസ് 4 ആണ്. എന്ത് ചെയ്ത്? 84 36 കുറഞ്ഞു. കറക്റ്റാണ്. രണ്ട് കറക്റ്റാണ്. നമ്പർ ഈസ് ഓൾവേസ് എ കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആവണമെന്നുണ്ടോ? വേണ്ട. നോക്ക്, 37 പ്രൈം നമ്പറാണ്. 37 തിരിച്ചിടുമ്പോൾ 73 വരുന്നത്. ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ 4 ആണ് ഡിഫറൻസ് 4 ആണ്. പക്ഷേ ഇത് 37 എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ ആണോ? ബാക്കി എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. തിരിച്ച് 73 തിരിച്ച് പറഞ്ഞാൽ മതി. ഡിക്രീസ് അല്ലേ പറഞ്ഞേക്കുന്നത്? നമ്പർ ഞാൻ എടുക്കുന്ന നമ്പർ 73 വെച്ചു. അത് തിരിച്ചിടുമ്പോൾ 37 ആയി. എത്ര കുറഞ്ഞേ? 36 കുറഞ്ഞേ. ഡിഫറൻസ് ഓഫ് ഡിജിറ്റ് 4 ആണ്. 73 എന്തല്ല? കോമ്പോസിറ്റ് നമ്പർ അല്ല, പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതെന്തല്ല? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. ഇത് ഒരുപാട് പേരൊക്കെ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കൺസെപ്റ്റ് അറിയുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. പിന്നെ അത് ഏതൊക്കെയാണ് കറക്റ്റ്? 1 and 2 ഓൺലി. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത, ക്യൂബ് റൂട്ട് ഓഫ് n ലൈസ് ബിറ്റ്വീൻ 6 and 7. n ഈസ് ആൻ ഇൻറ്റിജർ. ഹൗ മെനി വാല്യൂസ് n ക്യാൻ ടേക്ക്? ഇപ്പോൾ n ക്യൂബ് റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞാൽ 6നും 6നും 7നും ഇടയ്ക്കാം. ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ 216ൻ്റെ ക്യൂബ് റൂട്ടാണ് 6 എന്ന് പറയുന്നത്. 343ൻ്റെ ക്യൂബ് റൂട്ടാണ് 7 എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്നിൻ്റെ വാല്യൂ. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 216 പറ്റൂല്ല. 217 മുതൽ. കാര്യം എന്താ? n ഇൻറ്റിജറാണ്. ഇതേപോലത്തുള്ള വാല്യൂസാണ്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ n ഇൻറ്റിജറാണ്. എന്നെ എവിടെ നിന്ന് തുടങ്ങാം? 217 മുതൽ തുടങ്ങി 218 ആവാം. അങ്ങനെ 342 വരെ പോകാം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഓഫ് എ സീക്വൻസ് അല്ല അരിതമെറ്റിക് പ്രോഗ്രഷൻ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം 342 മൈനസ് ഫസ്റ്റ് ടേം 717 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആണ്. അപ്പോൾ എത്ര കിട്ടും ഇത്? നമുക്ക് യൂണിറ്റ് വെച്ച് നോക്കാം. 12 5 5 + 1 6. യൂണിറ്റ് എത്ര വരും? 6 വരും. യൂണിറ്റ് 6 വരുന്ന ഓപ്ഷൻ ചെയ്ത് ഓപ്ഷൻ എ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 125. 25 കൂടെ കൂടുമ്പം 242 പിന്നെ 100 കൂടെ 125ഉം 1 എത്ര കിട്ടും? 126 നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 400 to 700 ഇൻ വിച്ച് ദ ഡിജിറ്റ് 6 ഒക്കേഴ്സ് എക്സാക്ട്ലി ട്വൈസ്? അപ്പോൾ 6 എന്ത് ചെയ്യണം? 2 വട്ടം മാത്രം, എക്സാക്ട്ലി 2 വട്ടം എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യാം? അപ്പം 400 മുതൽ 500 വരെ 2 വട്ടം 6 വരുന്ന ഏത് നമ്പർ കാണും? 466 മാത്രമേ ഉള്ളൂ അല്ലേ? 466 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായി? 1 ആയി. 500നും 600നും ഇടയ്ക്ക് 566 മാത്രമേ എന്ത് വരൂ? 2 വട്ടം 6 വരത്തുള്ളൂ. അവിടെ ഒരു ടൈമായി. ഇനി 600നും 700നും ഇടയ്ക്ക് 600നും 700നും ഇടയ്ക്ക് എന്ത് ചെയ്യും? ഒരുപാട് വട്ടം വരും. ഒരുപാട് വട്ടം വരും എന്ന് പറഞ്ഞാൽ 601 606 വരും. 606 വരും, 616 വരും, 626 വരും, 636 വരും, 646 വരും, 656 വരും, 666 വേണ്ട, അതിൽ 3 വട്ടം വരും. 676 വരും, 686 വരും, 696 വരും. എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 9. ഇങ്ങനെ 9 ആണ്. പിന്നെ ഏതാ ഉള്ളത്? 660 വരും, 661 വരും, 662 വരും, 661 9 തൊട്ട് എവിടെയും വരും. 664 മനസ്സിലാൻ വേണ്ടി എഴുതുന്നത്. 666 വരത്തില്ല. 667 668 669. ഇത് എത്ര എണ്ണമാണ്? ടോട്ടൽ 660 മുതൽ 669 10 ഉണ്ട്. അതിനകത്ത് 666 ഇല്ല. 9 ഇത് 9 വരും. അങ്ങനെ ടോട്ടൽ എത്ര വരും? 9 9 18 1 19 1 20. അങ്ങനെ 20 സമയത്ത് 20 ടൈംസ് എന്ത് വരും? 6 2 വട്ടം റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ 6ന് വരും ചിലപ്പോൾ എന്ത് ചോദിക്കാം? 5 ചോദിക്കാം. 5 ചോദിച്ചാൽ ഇതേപോലെ തന്നെ ചെയ്യും. ഈ ഒരു കാര്യങ്ങളൊക്കെ
എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള നോളജാണ്, നമ്പേഴ്സിനെ അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, എ 4 ഡിജിറ്റ് നമ്പർ ഈസ് എ ബി ബി എ, ഈ ഫോമിലാണ്. ഇത് ഡിവിസിബിൾ ബൈ 4 ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കണം, 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എ ലെസ് ദാൻ ബി ആണ്, അപ്പോൾ ബി ആണ് വലുത്. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ, അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ബിയുടെ വാല്യൂ, ബി വലുതായിരിക്കണം. അപ്പോൾ ബിക്ക് ഞാൻ ഏറ്റവും മാക്സിമം വാല്യൂ കൊടുക്കാം 9. അപ്പോൾ ബി 9 വന്നു കഴിഞ്ഞാൽ എക്ക് ഏതൊക്കെ വാല്യൂ വരാം, എക്ക് 2 വരാം, പിന്നെ 96 6 വരാം. അപ്പോൾ ഇവിടെ 2 വാല്യൂസ് പോസിബിൾ ആണ്. ബി 8 വന്നാൽ എന്ത് വരാം, 84, അതുപോലെ 88 വരും ഇല്ല. കാര്യം ബിയേക്കാളും ചെറുതാണ് എ എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കണം, നമ്മളുടെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒരെണ്ണം ഇങ്ങനെ വരാം. 7 വന്നാൽ 72, 76 രണ്ടെണ്ണം അങ്ങനെ വരാം. 6 വന്നാൽ 64 മാത്രമേ വരും, 4 മാത്രമേ ബിക്ക് വരാൻ പറ്റൂ, ഒരെണ്ണം ഇവിടെ. 5 വന്നാൽ 52, ഒരെണ്ണം ഇവിടെ. ഇത് ബിയുടെ വാല്യൂ ആണ്, ഇത് എയുടെ വാല്യൂസ് ആണ്. 4 വന്നു കഴിഞ്ഞാൽ 40, 0 പറ്റത്തില്ല. എന്തുകൊണ്ടാണ് 0 പറ്റാതെ, എയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ 0 സ്റ്റാർട്ട് ചെയ്യും, ഇത് 4 ഡിജിറ്റ് നമ്പർ ആവത്തില്ല. 0 വന്നു കഴിഞ്ഞാൽ 0, 4 ബി 4 0 ഇതെന്ന് പറഞ്ഞാൽ 440 ഒരിക്കലും എന്തല്ല ഒരു 4 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ 0 പറ്റത്തില്ല, 4 പറ്റത്തില്ല, കാര്യം ബി എയുടെ ഈക്വൽ ആവത്തില്ല. അപ്പോൾ 4 പറ്റത്തില്ല. ഇനി 3-ൽ 32 2 പറ്റും ഒരു വട്ടം, പിന്നെ 2-ൽ 20 പറ്റത്തില്ല, ബാക്കി 24 ഒന്നും പറ്റത്തില്ല, എ കൂടുതലായിപ്പോൾ. 1-ലും പറ്റത്തില്ല. യെസ്, ഇത്രയും വാല്യൂസ് പോസിബിൾ അല്ല. ഇത്ര 2 1 2 5 6 7 8 ഇങ്ങനെ 8 നമ്പേഴ്സാണ് പോസിബിൾ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് തെറ്റുന്ന കാര്യം മനസ്സിലാവും. ഈ 0 എടുക്കരുത്. 20 3 വന്നു കഴിഞ്ഞാൽ 4 എന്ന് കഴിഞ്ഞാൽ 40 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷേ 0 കൊടുക്കാൻ പറ്റുമോ, ഇല്ല. എന്താണ് ഈ നമ്പറിൻ്റെ ഫോം നോക്കണം. ഇതാണ് എല്ലാവരും തെറ്റിക്കുന്നത്. എല്ലാവരും 10 ആൻസർ കൊടുക്കും. സില്ലി മിസ്റ്റേക്കാണ് 10 എന്ന് പറഞ്ഞത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സം ഓഫ് ദ ഡിവൈസസ് ഓഫ് 484 ദാറ്റ് ആർ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 484 ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടേഴ്സ് ആണ്. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കാം. 484 എന്തൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 5 ഇല്ല, 6 ഇല്ല, 7 നോക്കേണ്ടി വരും. 7 ഇല്ല. 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ആണ്. 11ൻ്റെ മൾട്ടിപ്പിൾ 11 ഉണ്ട്. 11 ഉണ്ടെങ്കിൽ 22 ഉണ്ട്. പിന്നെ 121 ഗുണം 4 44 ഉണ്ട്, 4 ഉണ്ട് ഇതിനകത്ത്. പിന്നെ 47 കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്, 121 ഗുണം 4 222 ഉണ്ട്, അതേ ഗുണം 2 ആണ്. 242 ഗുണം 2 ആണ്. പിന്നെ 484 എന്നാണ് ഒരു മൾട്ടിപ്പിൾ. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മ വേണ്ടത്. 1 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 121 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 484 22ൻ്റെ സ്ക്വയറാണ് 484. ഇതിൻ്റെ സമ്മാണ് വേണ്ടത്. എത്ര ഇടും നമുക്ക്, 4 1 5 5 4 9 1 10, 0 അവസാനിക്കും. 610 600 500 കൂടുതലുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. 610 നമുക്ക് എന്ത് ആൻസർ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ മടിച്ച് നിൽക്കരുത്, അല്ലെങ്കിൽ അറിയാതെ നിൽക്കരുത്, അറിയാതെ സ്റ്റക്കായി പോകരുത്. ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇത് അങ്ങനെ ഇന്ന ടോപ്പിക്കാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മിസ്ലേനിയസ് ആയുള്ള ടൈപ്പ്. നമ്മളിന്ന് 9 ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എത്ര സമയം കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്ര നന്നായിട്ട് വീണ്ടും കണ്ട് മനസ്സിലാക്കുക. കൺസെപ്റ്റ് അറിയാം. മാത്സ് വളരെ സിമ്പിളാണ്. ആ രീതിയിൽ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു എക്സാം ആയിരിക്കട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ബാക്കിയെല്ലാം മാറ്റി വെച്ച് കിട്ടുന്ന റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.